ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ കുടിക്കാനെടുത്തു വെച്ച മദ്യത്തില് മയക്കുമരുന്നിന്റെ അംശം. നീയാ അതോ നിത്യോ? ജീവൻ പറഞ്ഞതനുസരിച്ച് ഹരി നാട്ടിൽ തന്നെ എവിടെയോ ഉണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കാം മോളെ. എത്ര നാളായി അമ്മേ നമ്മളിങ്ങനെ ഒളിച്ചോടാൻ തുടങ്ങിയിട്ട്? കൊല്ലാനൊരുത്താൻ പുറകെ നടക്കുമ്പോൾ നമുക്കതല്ലേ മാർഗമുള്ളൂ. അവൻ ഇത്രയും വയലന്റ് ആയതിനു ശേഷം പലതവണ എന്റെ മടിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. അന്നൊന്നും തോന്നിയിരുന്നെങ്കിൽ ഇനി അവൻ ജീവിക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ. അമ്മയൊന്നും മിണ്ടാതിരിക്കേ. പണ്ട് വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുമായിരുന്നു മോളെ. ഇപ്പൊ അതൊക്കെ ഒരുപാട് ചുരുങ്ങി. എവിടെയെങ്കിലും ഒരിടത്ത് സ്വസ്ഥമായി കുറച്ചു നാൾ ജീവിക്കണം, അത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ ആഗ്രഹം. അത് കഴിഞ്ഞ് ചത്തുപോയാലും കുഴപ്പമില്ല. അങ്ങനെയൊന്നും പറയില്ലേ അമ്മേ. ഇനിയും ജീവിതം ഒരുപാട് ബാക്കിയുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെ നമ്മൾ ജീവിക്കും. ഇഷ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ അടുത്ത് തിരിച്ചെത്തും. അമ്മ ധൈര്യമായിട്ടിരിക്കെ. ശിവാനന്ദന്റെ അടുത്ത് എത്തുമ്പോ നിന്റെ കാര്യത്തിൽ അമ്മയുടെ പേടി കുറയും. ഭഗവാനെ ഒന്നും വരുത്താതെ അവിടം വരെ എത്തിക്കണേ. ആ സ്വാമി, അച്ഛൻ ഓഫീസിൽ തിരിച്ചു വന്നെന്നോ? എപ്പോ? ഓ ഓ ഓ സ്വാമി അച്ഛനെ ഓഫീസിൽ തന്നെ ഇരുത്തണം കേട്ടോ. ഞാൻ വരുന്നവരെ. ഞാൻ എത്താനേ 1 മണിക്കൂർ കഴിയും. എനിക്ക് നമ്മുടെ അഡ്വക്കേറ്റ് ഒന്ന് മീറ്റ് ചെയ്യണം. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ സ്വാമി? ആ ആ പിന്നെ സ്വാമി, അച്ഛൻ ഒരു സംശയം തോന്നരുത്. സ്വാമി ഇത് ശ്രദ്ധിക്കണേ. 1 അവർ അച്ഛൻ അവിടെ തന്നെ ഉണ്ടാവണം. ഞാനിത് ഇപ്പൊ തന്നെ ഇറങ്ങാം. ആ ശരി ശരി, ഓക്കെ. രഘുസാർക്കൊന്നും ആകലേ, ഒരു തിരുമ്പി വന്നാച്ച്. ബസ്സിറങ്ങി ഇവിടെ നിൽക്കാനാ ചെറിയച്ചൻ പറഞ്ഞത്. ശിവാനന്ദം വരുന്നുണ്ട്. മോളെ മോളെ, കരയല്ലേ മോളെ. ശിവാനന്ദ, ഇനി അവിടെ നിന്ന് ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ടാ. എനിക്ക് മനസ്സിലായി. തൽക്കാലം ഇവളെ കൊണ്ട് വീട്ടിലേക്ക് പോകണ്ട. ജീവൻ നിങ്ങളെ തിരക്കി വരികയാണെങ്കിൽ ആദ്യം അവിടേക്കായിരിക്കും. പിന്നെ എങ്ങോട്ടാ? ഇവിടെ അടുത്ത് എന്റെ ഒരു സുഹൃത്തിന്റെ വീട് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. തൽക്കാലം പ്രശ്നങ്ങളൊന്നും ഒതുങ്ങുന്നത് വരെ നമുക്ക് അവിടെ നിൽക്കാം. അയ്യോ ചെറിയ, പേടിക്കണ്ട മോളെ. അത് ചെറിയച്ഛന് ഇതിനിടയ്ക്ക് അസുഖം ഒന്ന് കൂടി. സുധി നിന്റെ അടുത്ത് വിളിച്ച് പറയണമെന്ന് പറഞ്ഞു, പക്ഷേ ഞാനത് തടഞ്ഞു. വെറുതെ നിനക്ക് കരയാൻ ഒരു കാരണം തന്നിട്ടെന്താ? ദാ ഇപ്പൊ ചെറിയച്ഛന് യാതൊരു കുഴപ്പമില്ല. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നിന്നെ സംരക്ഷിക്കാൻ ചെറിയച്ഛന് പറ്റും മോളെ. ശിവാനന്ദ, എവിടേക്കാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പോവാം. പുറത്തിങ്ങനെ നിൽക്കുമ്പോ തന്നെ പേടിയാ. അവൻ ഏത് വഴിക്കാ വരികയെന്നറിയില്ല. നമ്മളിപ്പോ നിൽക്കാൻ പോകുന്ന സ്ഥലം സേഫാ. അവിടേക്കാരും അന്വേഷിച്ചു വരാൻ ഒരു ചാൻസും ഇല്ല. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. വാ തന്നെ മോളെ.
സ്വാമി രഘു സാറെങ്ക ശരവണ നിനക്ക് എന്നെ കണ്ടാ പോരെ ശരവണ? അച്ഛൻ വന്നു എന്ന് ഞാൻ ഫോണിൽ പറഞ്ഞത് ഒരുപാട് നേരം കഴിഞ്ഞേ ഞാൻ ഓഫീസിൽ എത്തുമെന്ന് പറഞ്ഞതും ശരവണനങ്ങ് വിശ്വസിച്ചു അല്ലേ? എന്നെ എടാ ശരവണ, ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാ. കാരണം ഇന്നലെയാണല്ലോ നിത്യയെ ഞാൻ കൊല്ലാൻ തീരുമാനിച്ച ദിവസം. പക്ഷേ അത്രയും വലിയൊരു ഉത്തരവാദിത്തം എനിക്ക് ഉണ്ടായിരുന്നിട്ടും നേരം വെളുക്കുന്നവരെ ഞാൻ ഉറങ്ങിപ്പോയി. എങ്ങനെ? അതാരണം എടുക്കാടാ. ഞാൻ കുടിക്കാനെടുത്തു വെച്ച മദ്യത്തില് മയക്കുമരുന്നിന്റെ അംശം. നീയ? അതോ നിത്യോ? അതോ എന്നെ പെറ്റ എന്റെ അമ്മയോ? ഏയ് അന്ത മാതിരി ഒന്നും അന്ത അമ്മ പണ്ണ മാട്ടെ. മതിയടാ, സൂക്ഷിച്ച്. പക്ഷേ അതിരാവിലെ നീ എന്റെ അടുത്ത് വന്ന് നടത്തിയ നിന്റെ അഭിനയം ഉണ്ടല്ലോ, അമ്മയെയും നിത്യയും കാണാനില്ലാത്ത ടെൻഷൻ പറയാതിരിക്കാൻ വയ്യ ശരവണ. ഹോ, കൊള്ളാം, അത് ഗംഭീരമായി. ഇഷ്ടായടാ എനിക്ക്. നീ കൊള്ളാടാ. പക്ഷേ ഒരൊറ്റ കുഴപ്പേ ഉള്ളൂ, നീ കളിക്കാൻ തീരുമാനിച്ചത് ജീവനോടാ. എനിക്ക് പറ, നിത്യേ അമ്മയെ എവിടേക്കാ പോയിരിക്കുന്നത്? എനക്ക് തെരിയാതെ. തെരിയാതെ? ശരവണ, ഇവിടെ നിന്നങ്ങോട്ട് നിന്റെ സമയം വളരെ മോശമാ മോനെ. നിനക്കെന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കൊല്ലാക്കൊല ചെയ്തു കളയും ഞാൻ. അതിനേക്കാൾ നല്ലത് അവരെവിടെയാണെന്ന് പറ. എന്നിട്ട് നീ നിന്റെ പാട്ടിനെ പൊയ്ക്കോ. ഇല്ല സാർ, എനക്ക് തെരിയാതെ. തെരിയാത്? ഉനക്ക് തെരിയാത്? മധുര